എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പെപ്പർ ചിക്കനാണ്. അതിൽ മസാല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ലൈറ്റ് ആയിട്ടുള്ളതാണ്. മെയിനായിട്ട് വേണ്ടത് ചിക്കൻ 1/2 കിലോ ഉണ്ട്. പിന്നെ പെപ്പറും ഒരു 2-3 ചുവന്ന മുളകും കൂടിയിട്ട് തരിതരിയായിട്ട് പൊടിച്ചതാണ്. പിന്നെ വേണ്ടത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ച് വേണം. അതൊരു 100 ഗ്രാം ഉണ്ടാവും. കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്. അതിൽ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കടുകിടുന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞതും കൂടിയിട്ട് ഇടുകയാണ്. ഇതിലേക്ക് നമ്മൾ ഉള്ളി ഇടാൻ പോവുകയാണ്. ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ നമ്മളിതിൽ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരണം. ചിക്കൻ ആഡ് ചെയ്യണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലോണം മൂത്ത് വന്നിട്ട് അതിനുശേഷം നമ്മളിതിൽ ചിക്കൻ ആഡ് ചെയ്യുക. ഇത് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വയ്ക്കണം. അതിന് കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ഒരു 1/4 സ്പൂണ്. അപ്പോൾ നമ്മളിതിൽ ഈ പൊടിച്ച് വെച്ച പെപ്പറിൻ്റെ പകുതി ആഡ് ചെയ്യാണ്. അത് മസാല അത് പെപ്പർ ഇങ്ങനെ ഇതിൽ നല്ലോണം പിടിക്കുന്നത് മൂക്കുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് ലാസ്റ്റ് ഇടാം. ഈ മുളക് പൊടി പൊടിച്ചത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചാൽ കൂടെ, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പൊടിച്ചതാണ്. മെയിനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പെപ്പറാണ്. കുറേശ്ശെ അങ്ങനെ റെഡിയായിട്ട് വരുന്നുണ്ട്. ഇതൊന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, ഏകദേശം പകുതി. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ല ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഇനി ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് സെറ്റാവണം. നമ്മളിത് ഏകദേശം നല്ല സെറ്റായപ്പോൾ നമ്മൾ ബാക്കിയുള്ള കുരുമുളക് പൊടി പൊടിച്ച് വെച്ചത്, കുരുമുളകും പൊടിച്ചത് നമ്മളിതിലിപ്പോൾ 1 സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ടു. അപ്പോൾ ഇനി നമ്മളിതിനെ സ്ലോ ചെയ്ത് വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വെക്കണം. ഇപ്പോൾ നമ്മളുടെ പെപ്പർ ചിക്കൻ ഏകദേശം റെഡിയായതാ, ഡ്രൈ ആയി എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒരു ഏകദേശം 2 മിനിറ്റും കൂടി ഇങ്ങനെ വയ്ക്കാം. ഒന്ന് സ്ലോയിൽ ഒന്നും കൂടി ആയിക്കോട്ടെ. ഇത് നമ്മളുടെ പെപ്പർ ചിക്കൻ നന്നായിട്ട് സെറ്റായി നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഡ്രൈ ആയി നല്ലൊരു സ്മെല്ലിങ്ങനെ, പെപ്പറിൻ്റെ സ്മെല്ലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിഷാണ്. അതുമാതിരി മസാല അങ്ങനത്തതൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ വേറെ ഇതിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നന്നായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ഷെയർ ചെയ്യൂ. താങ്ക് യു.